Absolutely disgusting experience. കേറാം. ക്ലീനിങ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാം. ഫുള്ള് ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഈ ഒരു അടിയുണ്ട്. അതൊരു സ്റ്റെപ്പായത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഇന്ന് 0 റേറ്റിംഗ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. നമ്മുടെ റിവ്യൂ നമ്മൾ പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാധാരണ എല്ലാവരും നല്ല ഗൂഗിൾ റിവ്യൂസ് നോക്കിയിട്ട് അവിടെ അല്ലേ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അല്ല, ട്രിവാൻഡ്രത്ത് ഞാൻ നോക്കിയാൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റും ഉണ്ട്. അതേപോലെ തന്നെ 2.1, 1.1 താഴെ റിവ്യൂ, നെഗറ്റീവ് റിവ്യൂസ്. ആൾക്കാർ ഇതെന്തോടാ ബിരിയാണി, ഇത് എന്ത് ചിക്കൻ കറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ് റിവ്യൂസ് നോക്കിയിട്ട് അവിടുത്തെ ആ ഫുഡ് പോയി കഴിക്കാൻ വേണ്ടി പോവാണ്. അതൊരു രസമല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് 0 റേറ്റിംഗ് റെസ്റ്റോറന്റ് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അമ്പൂട്ടനില്ല. പോടാ, വീട്ടിൽ പോടാ. അപ്പൊ നമ്മള് പോയിട്ട് വേടാ, നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചിന്നതായിട്ട് കൊടുക്കോ വല്ല മാറ്റിട്ട് തരാം കേട്ടോ. ഞങ്ങൾക്കിവിടെ കഞ്ഞിയുണ്ട്. ക്യൂട്ട് അമ്പൂട്ടൻ. അപ്പൊ തുടങ്ങിയാലോ? പോവാം. ടാറ്റാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ റെസ്റ്റോറന്റ് പോകാൻ വേണ്ടി പോവാണ്. 2.8 റിവ്യൂസേ ഉള്ളൂ. 3 സ്റ്റാറിലാണ് റിവ്യൂ. 2.8 എന്ന് പറയുമ്പോൾ വളരെ മോശമല്ലേ? മോശമല്ല, ആവറേജിന്റെ താഴെ. മിനിമം എല്ലാ ഹോട്ടലിലും 3.9, 4 മേളിലൊക്കെ ഉണ്ടല്ലോ. Please don't insult dum biryani like this. ദം ബിരിയാണി ഇൻസൾട്ട് ചെയ്തത്. അതെ, I ordered dum biryani from Swiggy and what I got is boiled rice mixed with some chili, water and 2 pieces of boiled chicken. I don't know if this is how biryani is made in Trivandrum. This was absolutely the worst food I have had in my entire life. Please don't take us customers as fools. This is absolutely disrespectful. Also the packaging, the gravy given was leaking and was a mess. എന്തോ മാനസിക സമ്മർദ്ദത്തിലാണ്. Will never order from here ever and won't recommend this place to my friends either. Absolutely disgusting experience. Please do learn how dum biryani is made before serving to your customers. അവിടെ പോയി ദം ബിരിയാണി തന്നെ നമുക്ക് കഴിക്കാം. ട്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഒരു വൻ കോമഡി. ഇടി ആ റെസ്റ്റോറന്റ് പൂട്ടിപ്പോയി. ആ സാധനം വേറെ റെസ്റ്റോറന്റാ. അപ്പൊ ഫുഡ് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോവും. ഗൂഗിളിൽ അവര് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്തിന് 2 റെസ്റ്റോറന്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം അവിടെ പൂട്ടിയപ്പോ വേറെ ആളെ ഏറ്റെടുത്ത് ഇപ്പൊ അവിടെ നടത്തത്. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചാൽ അടി കിട്ടും. നമ്മള് അപ്പൊ അത് ശരിയല്ലല്ലോ. അപ്പൊ ആ റെസ്റ്റോറന്റ് പൂട്ടി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ റിവ്യൂ വെറുതെ ആയി പോയല്ലോ. അല്ല, നമുക്ക് പറയാലോ, റിവ്യൂ അതില്ലല്ലോ ഇപ്പൊ. അപ്പൊ ഇല്ല, അപ്പൊ അത് പൂട്ടി ഗൈസ്. അത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നൊരു ഹോട്ടല് പൂട്ടും. ഉറപ്പായിട്ടും ഫുഡും കൊള്ളത്തില്ലെങ്കിൽ ആൾക്കാരോട് വരത്തില്ല. അടുത്ത ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 3.8 റിവ്യൂ ഉണ്ട്. ഓക്കെ, 3.8 നല്ല അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? നമ്മളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ 4 മുകളിലോട്ടുള്ളതാണ് മിക്കപ്പോഴും കഴിക്കുന്നത്. ഓക്കെ, bad experience. I just ordered a chicken biryani. After I get it, there is not enough chicken pieces and the rice is totally waste. I ate it like a paper. ചോറ് പേപ്പർ ഇരിക്കുന്നു. എന്തോ റൈസും ചിക്കൻ പീസും എല്ലാം കൂടെ നിന്ന് ഒരുമാതിരി പേപ്പർ. എന്തായാലും അതിനെ ലൈക്കും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ട്രൈ നോക്കാം. ചിക്കൻ ബിരിയാണി പുള്ളി പറഞ്ഞ അത്ര വേസ്റ്റ് ആണ്. ചിലപ്പം അവര് ഇത് മുമ്പുള്ള റിവ്യൂ ആയിരിക്കും. ചിലപ്പോ ഇപ്പം ചിക്കൻ ബിരിയാണി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ട്രൈ നോക്കാം. ഗോ, കേറാം. ഇവിടെ ഇരുന്നോളൂ. നമ്മുടെ വീട്ടിലേക്ക് ഞാൻ അമ്മ പിടിക്കാം. വീട്ടിലെ മറ്റേ ഡൈനിങ് ടേബിളാണെങ്കില് ക്ലീനിങ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാം. ഫുള്ള് നോക്കി ചവിട്ടി തേച്ച് അഴുക്കാട്ടോ. കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ഫാമിലീസ് ആയിരിക്കില്ല വരുന്നത്, ഈ ജോലിക്കാര്. കാരണം നമ്മളിവിടെ ജംഗ്ഷനിലുള്ള കടയാ. ഫുള്ള് പുറത്തെല്ലാം ജോലിക്കാരാ. അവര് വന്ന് കഴിച്ചിട്ട് അപ്പോഴേ പോകും. അപ്പൊ അങ്ങനെയുള്ള റെസ്റ്റോറന്റാ. അപ്പം അതാണ് ഫാമിലി റൂമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് ഒരു ഫാമിലി റൂമിനൊക്കെ റൂമാട്ടോ. വേറൊന്നുമില്ല. ബാക്കി എല്ലാം ജോലിക്കാരായിരിക്കും. അഫോർഡബിൾ ആയിരിക്കും. ഈ പ്രൈസിന് നമുക്ക് പ്രൈസ് കഴിക്കും. ബില്ല് കിട്ടുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. ഓക്കെ, എനിക്ക് ബിരിയാണി കാണുമ്പോൾ നമ്മൾ അവിടെയും പണ്ട് വീട്ടിനടുത്തൊരു ബിരിയാണി കട ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കൂ.
ഫസ്റ്റ് നീ ടേസ്റ്റ് ചെയ്തോ. പ്ലേറ്റ് ചിക്കൻ ദമ്മല്ല, മറ്റേ ടൈപ്പാ, കറി വേറെ അങ്ങനത്തെ ആയിരിക്കും. അതുമല്ല അതാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വെച്ചേക്കോ. പിന്നെ ഒരു മുട്ടയുണ്ട്, പിന്നെ പപ്പടം തണുത്തു കേട്ടോ, അച്ചാറ്, സലാഡ് ഇങ്ങനെ. ഓക്കെ, ഒരൊറ്റ 2 പീസ് ഉണ്ട് കേട്ടോ. ഗ്രേവി ഇതിന്റെ ഇടയ്ക്കുണ്ട്, അപ്പൊ ട്രൈ ചെയ്യാം. ചില ടീ പാർട്ടി വീട്ട് കിട്ടുമല്ലോ. എനിക്കത് കണ്ടപ്പോ അങ്ങനെ തോന്നിയത്. കറക്റ്റ് ചില ടീ ഇത് പാർട്ടി. ബിരിയാണിയുടെ റൈസ് അല്ല, മറ്റേ ഫ്രൈഡ് റൈസിന്റെ റൈസ് അല്ലേ? അല്ലേ? പിന്നെ ചിക്കൻ ടേസ്റ്റ് ആണ്. കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. മൃദുലേക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ. ബിരിയാണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിട്ട് അത്രേ ഉള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ. ഈ ചിലർക്ക് ഈ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കറി വിളമ്പൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാനും ആ കൂട്ടത്തിലുള്ള. എനിക്കും ബിരിയാണി എന്ന് പറയുമ്പോൾ കറക്റ്റ് ബിരിയാണി ആയിരിക്കണം. എനിക്ക് കറിയുള്ള ടൈപ്പ് ഇഷ്ടമല്ല. കറക്റ്റ് ടീ പാർട്ടി ഫ്രൈഡ് റൈസും ചിക്കൻ കറി. ബിരിയാണി അല്ല, പക്ഷേ സാധനം ടേസ്റ്റ് ഉണ്ട്. ചിക്കനും റൈസും. പിന്നെ ബിരിയാണിയുടെ കാറ്റഗറിയിൽ കൂട്ടാൻ വിടത്തില്ല. അതാണ് ഈ ബിരിയാണി ചോദിച്ചിട്ട് ഇത് കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മേ ബി ഫ്രൈ ചെയ്ത് വെച്ചോണ്ടായിരിക്കും. നമ്മുടെ ബിരിയാണി ഫ്രൈഡ് റൈസ് ബിരിയാണി എന്ന് പറയരുത്. ഗൈസ്, നമുക്ക് അവിടുത്തെ വില ആയിരിക്കുന്നത് 150 രൂപയാണ്. 150 രൂപ ഒരു മാന്യമായ പ്രൈസ് തന്നെയാണ്. 2 വലിയ പീസ് ചിക്കൻ ബിരിയാണി അല്ല, സോറി, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. പപ്പട, അച്ചാറ്, സലാഡ്. മുട്ട ഉണ്ടായിരുന്നു. പലയിടത്തും മുട്ട വരുന്നില്ല. എനിക്ക് ബിരിയാണിയുടെ മുട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിലയിടത്ത് മുട്ടയില്ല, പാരകളിൽ പോലും മുട്ടയില്ല. അപ്പം വൃത്തി തീരെയില്ല ഗൈസ്. കുറച്ചുകൂടി വൃത്തിയാവാം. പക്ഷെ ഫുഡ് ബിരിയാണി അല്ല എന്ന് കണ്ണടച്ചത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ കറക്റ്റ് നമ്മൾ ടീ പാർട്ടിക്ക് പോയി കഴിക്കുന്ന അതേ നൊക്ലാച്ചി നമുക്ക് അവിടെ കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. ബിരിയാണി അല്ല. ഞാൻ എന്റെ ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്നത് 2 സ്റ്റാർ ആണ്. അല്ല, നിനക്കും അത് ഓക്കെ അല്ലേ? 2 സ്റ്റാർ ഫുഡ് ടേസ്റ്റ് ഉള്ളത് കൊണ്ട്. അവിടുത്തെ വേറെ ഫുഡ് നമ്മൾ ആ റിവ്യൂ പറഞ്ഞ് ബിരിയാണി ബോറാണ് അത് വാങ്ങിച്ചത്. ശികളൊക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പം റെസ്റ്റോറന്റ് ചേട്ടന്മാരെ എല്ലാരും വൃത്തിയൊക്കെ ആക്കി വെക്ക്, അസുഖമൊക്കെ വരും. ഇപ്പോൾ നമ്മള് അടുത്ത റെസ്റ്റോറന്റിലോട്ട് വന്നിരിക്കുന്നു. എന്താണ് മൃദുല ഈ വട്ടം ആരാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്? എന്താണ് റിവ്യൂ? ഫുഡ് ക്വാളിറ്റി വെരി ബാഡ്, കസ്റ്റമർ സർവീസ് ആൾസോ വെരി ബാഡ്. ഇത് ഫുള്ള് ഓവറോൾ റിവ്യൂ എടുക്കുന്ന 3.5 സ്റ്റാറേ ഉള്ളൂ. ഒരു ബിരിയാണി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഫുഡ് അല്ലല്ലോ പറയുന്നത്. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നമ്മുടെ ഹോട്ടൽ ഫ്രണ്ടിലുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഫുഡ്. ചിലര് പറഞ്ഞിരിക്കുന്ന ഫുഡ് കുഴപ്പമില്ല, പക്ഷെ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ ഫുഡിന്റെ ക്വാളിറ്റി ഇല്ല. നമുക്കപ്പോൾ അത് ഏതെങ്കിലും ഒരു ഫുഡ് നല്ലോണം ട്രൈ ചെയ്തിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാട്ടോ. ഫുള്ള് ടേബിൾ ഫുള്ള് ആളില്ലേ? റോഡ് സൈഡ് ഫുള്ള് തിരക്കുള്ള റെസ്റ്റോറന്റ്. ചേട്ടാ എന്തുകൊണ്ട് കഴിക്കാൻ? പൊറോട്ട ഒരു പൊറോട്ട ചിക്കൻ കറി. ഒരു പൊറോട്ട ചിക്കൻ കറി. ചായ ഉണ്ടോ? ചായ ഒരു ചായ. ഓക്കെ. പക്ഷെ കൊള്ളാം. നേരത്തെ കാട്ടി ക്ലീൻ വൃത്തിയുണ്ട്. നമ്മൾ നേരത്തെ കയറി എടുത്തായിട്ട് വൃത്തിയുണ്ട്. നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഫുഡ് തന്നെ കഴിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചിക്കൻ കറി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 2 ലെഗ് പീസോ? 2 എന്തോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2, 3, 4, 5 പീസ്. സാധാരണ കടലൊക്കെ 2 പീസ് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ 3 പീസ് മാക്സിമം. ചായ, പൊറോട്ട, ചിക്കൻ കറി, ഏതാ കോമ്പോ? ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് കേട്ടോ, ലൈറ്റ് കുറവുണ്ട്. നല്ല കട്ടിയാണ്. പൊറോട്ട കട്ടിയുണ്ട്. ചൂടുണ്ടോ? ചൂടില്ല. അപ്പൊ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ചിക്കൻ കറി കൊള്ളാം.
പൊറോട്ട അത്ര പറയാ, ചിക്കൻ കറി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ആണോ? ചായ ഇതാ കണ്ടു ടേസ്റ്റ് നോക്കി. ആ റിവ്യൂ ഇട്ട ആൾ ഏത് ഫുഡാ കഴിച്ചെന്ന് അറിയാൻ വയ്യ, പുള്ളി അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, പൊറോട്ട കുഴപ്പമില്ല, അത്ര പൊളിയൊന്നല്ല, കുഴപ്പമില്ല, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി എത്ര രൂപ പ്രൈസ് ഒന്നും കൂടി നോക്കണം. ചായ ടേസ്റ്റ് ചെയ്ത്, ചായ കടുപ്പ്. മൃദുല ഇലയപ്പവും കൂടി പറഞ്ഞു കേട്ടോ. അരിയുടെ ഉണ്ട്, ഗോതമ്പിന്റെ ഉണ്ട്. അത് കിച്ചനോട് അടുത്താ, അപ്പൊ ഉള്ളിയൊക്കെ അരിയുക അതിന്റെ. നല്ല ഗോതമ്പിന്റെ ഒരു ഇലയപ്പം. മൃദുല കരയുന്നു. നമ്മൾ കയറിയ ഇപ്പൊ ഇറങ്ങിയെടുത്ത് നമുക്ക് പൊറോട്ട മനസ്സിലാപ്പ് ആയിരുന്നു, ചൂടുമില്ല, ക്രിസ്പിനെസ്സും ഇല്ല. ചിക്കൻ കറി ആവറേജ് ആയിരുന്നു, ക്വാണ്ടിറ്റി മുതുക്ക് ക്വാണ്ടിറ്റി, 5 പീസ് ഉണ്ടാവും. ഇല്ലേ, സാധാരണ ചിക്കൻ കറിയിൽ 2-3 പീസ് മാക്സിമം. പിന്നെ ചായ, ഇലയപ്പം അടിപൊളി ഇലയപ്പം, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇലയപ്പം. പക്ഷെ പുള്ളി നമ്മൾ ആ റിവ്യൂല് പറഞ്ഞ കണക്ക് സ്റ്റാഫിന്റെ ബിഹേവിയർ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ആയിരുന്നു, അത്യാവശ്യം ക്ലീൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഇരുന്ന കിച്ചന്റെ സൈഡ് ആയതുകൊണ്ട് കണ്ടിട്ട് നീറ്റിലുണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് എനിക്കൊരു ആവറേജ് അനുഭവം തന്നെ ആയിരുന്നു അവിടെ, കുഴപ്പമില്ലായിരുന്നു. ആ റേറ്റ് മൊത്തത്തിൽ നമ്മൾ കഴിച്ചതിന് എല്ലാം കൂടി ആയത് 210 രൂപയാണ്. ചിക്കൻ കറിക്ക് 180 രൂപയായി. ഇപ്പൊ നമ്മൾ കഴിച്ച രണ്ടാമത്തെ റെസ്റ്റോറന്റിലെ പൊറോട്ട ആൻഡ് ചിക്കൻ കറിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ റിവ്യൂ എന്ന് പറയുന്നത് 3 ആണ്, 3 സ്റ്റാർ, കറക്റ്റ് 3 സ്റ്റാർ. ഓക്കെ, അപ്പൊ നമ്മളിതേ അടുത്ത റെസ്റ്റോറന്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും പ്യുവർ വെജ് പിടിക്കാൻ വേണ്ടി പോവാ, പ്യുവർ വെജ്. അപ്പം മൃദുല എന്താണ് റിവ്യൂല് പറയുന്നത്, എന്താണ് പ്രശ്നം? The floors are not clean. എല്ലായിടത്തും ക്ലീനിങ് ആണല്ലോ പ്രശ്നം, ക്ലീൻ ചെയ്ത് വെക്കണടാ. This is the dirtiest restaurant I ever been. Food was made from spoiled oil. പഴകിയ എണ്ണ, നശിച്ച എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്മാൾ ബിറ്റ്സ് ഓഫ് ബ്ലാക്ക് സ്റ്റഫ്സ് വാസ് ഇൻ ദി പൂരി. പൂരിയുടെ മണ്ടയിലൊക്കെ ഇങ്ങനെ കറുത്ത ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്ക്. അപ്പൊ നമുക്ക് അവിടുന്ന് പൂരി ട്രൈ ചെയ്യാം. അപ്പോ നമ്മള് ഹോളിൽ കയറി ഒരു പൂരി സെറ്റ് പറഞ്ഞു, ക്ലീൻ ചെയ്യുവാണ്, ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പൂരി സെറ്റ് പറഞ്ഞിട്ടുണ്ട്, വരട്ടെ. ഇനി അതേപോലെ കറുത്തിരിക്കണോ, ടേസ്റ്റ് കുറവുണ്ടോ, ക്രിസ്മസ് പ്രശ്നമുണ്ടോ നമുക്ക് പറയാം. അതെ, ചൂടുണ്ടോ, റിവ്യൂ ചെയ്ത ചേട്ടൻ കറക്റ്റ് ആണോ പറഞ്ഞു നോക്കട്ടെ. ചായ ഉണ്ടല്ലോ, ചായ വേണ്ട. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, സാധനം പടപട റെഡിയായി. ചേട്ടൻ പറഞ്ഞ ശരിയല്ലേ, ചെറിയ അതല്ല, 2 ചപ്പിട്ടു. പൂരി നല്ല ഇങ്ങനെ റൗണ്ട് ഇരിക്കണ്ടേ, ചെറിയ രീതിയിൽ ഇതിന്റെ അവിടെ അത് എണ്ണയിലുള്ളതായിരിക്കും, അറിയത്തില്ല. ടേസ്റ്റ് ചെയ്തൊക്കെ സാമ്പാർ. എനിക്ക് ഈ സാധനം വലിയ താല്പര്യമില്ല കേട്ടോ, ഇവക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ദോശയാണ്. ഈ ഇതിനകത്ത് ഇങ്ങനെ കുത്തരുത്, വിവരം അറിയും. എപ്പടി ഇതെന്തോ സാമ്പാറല്ലല്ലോ ഇത്? അതാ ഞാൻ നോക്കിയത്, ഇതുവരെ തന്നിട്ടില്ല സാധനം. തമിഴ്നാട് കിഴങ്ങറി പൂരിക്ക് ക്രിസ്പിനെസ് ഇല്ല, ക്രിസ്പിനെസ് ഇല്ല, ഒട്ടുമില്ല. ഇപ്പൊ ചുറ്റുണ്ടെന്ന് ചൂടാണെങ്കിൽ പോലും ഒരു ഉണ്ടാവും, ഒട്ടും ക്രിസ്പിനെസ് ഇല്ല. ശരിയല്ലേ ഭൂരി? നമ്മള് ചപ്പാത്തി തിന്നുന്ന ആ ഒരു മയം. റിവ്യൂ പറഞ്ഞ ചേട്ടനോട് നമ്മൾ യോജിക്കുന്നു. കറക്റ്റ് പൂരിയുടെ മണ്ടയിലൊക്കെ കറുത്ത സ്റ്റഫ് ഉണ്ട്, ക്രിസ്പിനെസ് ഇല്ല. എണ്ണയുടെ കാര്യം നമുക്ക് അറിയത്തില്ല. 108 രൂപയാണ് നമുക്കൊരു സെറ്റ് പൂരിക്കായിരിക്കുന്നത്. നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. 3 അടുത്ത് കഴിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിലോ ആവറേജ്, ഭൂരി ഒട്ടും ക്രിസ്പിനെസ് ഇല്ല, മൊത്തം ഓയില്, ഫുൾ ഓയില്, അതല്ല കറുത്ത പൊടി പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. സോ ഞാൻ ഇതിൽ 1 സ്റ്റാർ കൊടുക്കുന്നു. ആ ചേട്ടന്റെ കൂടെ ഞാനും ഉറച്ചു നിൽക്കുന്നു, യോജിച്ച് നിൽക്കുന്നു. നമ്മൾ അടുത്ത റെസ്റ്റോറന്റ് തപ്പി പോവുകയാണ്.
ഡ്രൈവർ മാറി. ഞാനിവിടെ കുറച്ച് പരിപാടി, പുതിയ ഡ്രൈവിംഗ്, നല്ല ചാറ്റൽ മഴ. ഇപ്പോ നമ്മള് അടുത്ത ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. രാത്രിയായില്ലേ? 5-6 മണി ആ ടൈം. 5 അല്ല 6 മണിയായി തോന്നുന്നു. 6 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്തത് വന്നു. ഇത് അത്യാവശ്യം റേറ്റിംഗ് 3.8 റേറ്റിംഗ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് സിറ്റിയിലോട്ട് വന്നു. സിറ്റിയിൽ വരുമ്പോഴെന്ന് വെച്ചാൽ എല്ലാം അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടൽസാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒന്നും ഓപ്പൺ അല്ല. ഈ റേറ്റിംഗ് ഭയങ്കര കുറവുള്ളിടത്ത് ഒന്നും ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ 2-3 അങ്ങനെ ക്ലോസ്ഡ് ആയി. കാരണം ഇനി പിന്നെ നമ്മൾ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മൾ റിവ്യൂ നോക്കാൻ തുടങ്ങി. ഇല്ല മീൻസ് ഫുഡ് പന്നലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഇൻഡസ്ട്രി നിൽക്കത്തില്ല. അത് പൊട്ടി തന്നെ പോകും, നഷ്ടം വരും. അതുകൊണ്ട് അത് പിന്നെ അപ്പം ഉള്ളതിൽ നമ്മളിപ്പോൾ നോക്കിയപ്പം ഇവിടെ അടുത്തൊരെണ്ണം കണ്ടു. അപ്പം നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ അവർ നെഗറ്റീവ് റിവ്യൂസ് ആണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇടുന്നത്. ഒന്നാമത് മെയിനായിട്ട് ഞാനൊന്ന് ഫോക്കസ് ചെയ്യും. ഒന്ന് ഡിലേ ആവുന്നു, ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഏതൊക്കെയായിരുന്നു കസ്റ്റമർ സർവീസ് extremely disappointed. We ordered beef biryani, but that we got was however close to biryani. It was just fried rice with some dry fried beef pieces thrown on top. The beef wasn't juicy or flavorful, and the overall dish lacked the aroma, spicy richness that a proper biryani should have. Totally frustrated with this experience. Definitely not worth the money. Okay, വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ went here for dinner, ordered pal parota, ended up as one of the worst food I ate in my TVM life. The food I got and the image they put in here is entirely different. മെനുവിലുള്ള ഡിഫറെന്റ് ആയിരിക്കും. കൈ കിട്ടിയത് വേറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ കഴിക്കാൻ പോകുന്നത്? നമുക്ക് ഓപ്ഷനിലാണ് പാൽ പൊറോട്ട അവിടെ ഉണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ബീഫ് ബിരിയാണി കഴിക്കാം. രണ്ടിലാണ് നെഗറ്റീവ് പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും ഉണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ മെയിൻ ഡിഷ് ഏതാണെന്ന് വെച്ചാൽ നമ്മള്. പിന്നെ ഗൈസ് ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞപ്പോഴേ അറിയുന്നേ, ചില റിവ്യൂസ് ഒക്കെ ബോട്ടാ. അതെ അതെ അതെ. അതായത് ചില വലിയ ഹോട്ടലുകളിൽ ബോട്ട് അടിച്ച് റിവ്യൂ നല്ലത് കൂട്ടും, വളരെ കൂട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട്. പക്ഷെ ചിലയിടത്തുണ്ടല്ലോ ഇല്ല, റിവ്യൂസ് ഇല്ല. കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഫുഡ് കഴിച്ചാൽ നമ്മൾ അങ്ങനെ റിവ്യൂ ചിലയിടത്ത് എല്ലാവരും ഇടാറില്ല. നല്ല ഫുഡല്ലേ, റിവ്യൂ ഇപ്പം ഒരു 10 ഉള്ളൂ 12 ഉള്ളൂ, പക്ഷെ ആ റിവ്യൂസ് നല്ലതായിരിക്കും. പക്ഷെ ഓവറോൾ ഒരു റേറ്റിംഗ് ഇപ്പൊ 3 കിടക്കുന്നുള്ളൂ. നമ്മൾ നോക്കിയപ്പോ റിവ്യൂസ് ബാഡ് ആയിട്ട് എഴുതിയേക്കുന്നത്, സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് പോലെ. അങ്ങനെയുള്ളടത്താണ് നമ്മൾ കയറുന്നത് അല്ലേ? അത് ജെന്യൂൻ ആയിട്ടുള്ള അക്കൗണ്ട് തോന്നുന്നത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ചിലര് ഫോട്ടോ വെച്ചിട്ടിട്ടുണ്ട് തെളിവിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളത് നമ്മൾ കയറുന്നത്. ഇതിനകത്തും ഫോട്ടോ വെച്ചിട്ടുള്ളതുണ്ട്. അതെ, ഇപ്പൊ റിവ്യൂസും അതായത് റിവ്യൂസ് മാത്രം കണ്ട് വിശ്വസിക്കരുത്. ഇപ്പൊ 3 ഉള്ളെങ്കിലും അതിലെ റിവ്യൂസ് എടുത്താൽ എല്ലാം നല്ലതായിരിക്കും പറയുന്നത്. ചിലപ്പോ 4.1. നിങ്ങൾ റിവ്യൂസ് നോക്കി കയറാറുണ്ടോ? ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ റിവ്യൂസ് നോക്കി കയറാറുള്ളൂ. ഞാൻ റിവ്യൂസ് നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് അത്ര കയറാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് വന്നപ്പം ആ ഒരു ഡിഷ് മാറ്റി കാണും. ഇവിടെ പാൽക്കപ്പയില്ല. അപ്പം നമ്മള് ബീഫ് ഫ്രൈയും പുട്ടും ഇടിയപ്പം പറഞ്ഞു കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് കഴിക്കാം. സ്റ്റാഫിന് കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല. അതിലുള്ളത് നല്ല ടൈം എടുക്കുന്നുണ്ട്. പാലപ്പുറോട്ട ഉണ്ട്, പക്ഷെ 1 അവർ എടുക്കുന്നു. 1 അവർ എന്നിട്ട് നമ്മൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം, ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. സെറ്റ് ആവത്തില്ല. എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പറഞ്ഞതാ ആദ്യം. ശരി, അപ്പൊ എന്താ നമ്മള് അവരുള്ള ഡിഷ് കഴിക്കാം. ബിരിയാണിയും ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ഉള്ളത് കഴിക്കാം. തിരക്കില്ലല്ലേ വലിയ? സത്യം പറഞ്ഞാൽ ഇതിലേ പോകുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു അല്ലേ? ആ കമന്റിനകത്ത് ഒരു റിവ്യൂ കറക്റ്റ് ആട്ടോ. ഡിലേ ആവുന്നു ഭയങ്കരമായിട്ട്. ഇത്ര ഡിലേ ആയിട്ടില്ല, നല്ല ടൈം എടുത്തു കേട്ടോ. നമ്മളെ വീഡിയോ സൊമാറ്റോ വന്നിട്ട് നമ്മൾ 1/2 മണിക്കൂറിന് മേളിലായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? പിന്നെ എത്ര നേരമായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ആ റിവ്യൂ കറക്റ്റാണ് കേട്ടോ. അതിനകത്തൊരു റിവ്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര ഡിലേ ആവും, ഫുഡ് ഓർഡർ ചെയ്ത് നല്ല ഡിലേ ആവും. കറക്റ്റാണ്. ഇനി ഫുഡിനെ ഇവിടെ നോക്കട്ടെ. റിവ്യൂസ് ഒക്കെ കറക്റ്റാ അല്ലേ? ചിലതല്ല 90% കറക്റ്റാണ്. ബോട്ട് അടിച്ചല്ലേ? അത് ഫോട്ടോ വെച്ചിടുന്നത് ഭയങ്കര ജെന്യൂനാണ്. ചൂടാണോ? ചൂടല്ല. എങ്ങനെയാണ് ഇത്ര ടൈം എടുത്തത്? ചൂടല്ല, ചെറിയ ചൂടുണ്ട്, ഒട്ടും ചൂടല്ല. ഇടിയപ്പം നല്ല മണമുണ്ട് ബീഫിന്, നല്ല വെളിച്ചെണ്ണയുടെ മണം.
ഇത് തീസാണ്. തീ സാധനം ആണോ? അടിപൊളി. ഞങ്ങൾ പുട്ട് വന്നു. പുട്ട് പ്ലസ് പപ്പടം ഗൈസ്. യെസ്, ഞാൻ പുട്ട് കഴിക്കാം. പുട്ട് നീ എടുക്കണം കേട്ടോ. ഇത് തീ സാധനം. ബീഫ് മാത്രം ഒന്ന് കഴിച്ചു കേട്ടെ. ബീഫ് നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. വാ, അടിപൊളിയല്ലേ? അടിപൊളി സാധനം. ഇത് ഭയങ്കര സോഫ്റ്റ്. പുട്ടും ബീഫ് ഫ്രൈയും ഒരു സവാളയും ഇച്ചിരി പപ്പടവും. അടിപൊളിയാ. അടിപൊളിയല്ലേ? പക്ഷേ ഈ ബീഫ് റൈസ് ടോപ്പ് നോച്ച് സാധനം കേട്ടോ. ഇത് അടിപൊളി സാധനം. പക്ഷെ എണ്ണ എനിക്ക് തോന്നുന്നില്ല, പന്നലില്ല, നല്ല എണ്ണ. അതായത് വെളിച്ചെണ്ണയുടെ ഒരു മണം കിട്ടുന്നുണ്ട്. ഡ്രൈ ആണ് കേട്ടോ, വേറെ കറിയൊന്നുമില്ല. നമ്മൾ ഇത്രയും വാങ്ങിച്ചാലും ഒരു ഗ്രേവി ചോദിച്ചു നോക്കിയാലോ തരുമെന്ന്. അപ്പോൾ ഒരു കസ്റ്റമർ സപ്പോർട്ട് അറിയാം. മിക്ക തരത്തിൽ ഹോട്ടലിൽ വന്ന് ഇപ്പോൾ ഗ്രേവി ഇല്ല. ഇപ്പം അതിൻ്റെ നിയമം വന്നായിരുന്നു, ഹോട്ടലിൽ ഗ്രേവി കൊടുക്കണമെന്ന് നിയമമില്ലാന്ന്. പൊറോട്ടയോ ദോശയോ പറഞ്ഞ സാമ്പാറോ ഇത് കൊടുക്കണമെന്ന് നിയമമില്ലാന്ന് പറഞ്ഞു. ഞാൻ ന്യൂസ് ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് വാങ്ങണം കേട്ടോ. ഗ്രേവി സാധാരണ കൊടുക്കാറുണ്ട്. കൊണ്ടുവരാൻ വിട്ടുപോയതാണ്. അവിടെ ഉണ്ടായിരുന്നു, എടുത്തു വെച്ച് ചോദിച്ച ഉടനെ കൊണ്ടു തന്നു. എടുത്തു വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതെ, ഓക്കെ. വിത്ത് ഗ്രേവി അല്ലേ? ടേസ്റ്റ് ചെയ്ത് കൂടെ. നോട്ട് ബാഡ്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് എന്തൊരു ഫ്ലേവർ കൂടി. ഫ്രീ ഗ്രേവി അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ പൊറോട്ട കൂടി പറഞ്ഞു. നമ്മൾ വന്നപ്പോൾ പൊറോട്ട ആയിട്ടില്ലായിരുന്നു. പിന്നെ അവർ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരെണ്ണം കൂടി പറഞ്ഞു കേട്ടോ. മുരിങ്ങയല്ല, പക്ഷെ എന്നാൽ കട്ടിയില്ല. ചൂടുണ്ടോ? ചെറിയ മതി ഒരെണ്ണം മതി. ചെറിയൊരു പക്ഷേ ലെയറായിട്ടാണ്. മലയാളികളുടെ വികാരം പൊറോട്ടയും ബീഫും. ഒരു പീസ് നല്ലതൊന്നും വാ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇടിയപ്പം, ഒരു പുട്ട്, ഒരു ബീഫ് ഫ്രൈ, പൊറോട്ട, ഒരു കട്ടൻ, എല്ലാം കൂടി നമുക്കായിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഗൈസ് 303 രൂപ. ബീഫ് ഫ്രൈ 190, 180 മറ്റേ ചിക്കൻ കറിക്കായി. അത് ഭയങ്കര വർത്താണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. എല്ലാം വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. AC ഉണ്ട്, വൃത്തിയുണ്ട്, നമുക്കൊരു നല്ല വ്യൂ ഉണ്ട്. 4.5 കൊടുക്കല്ലേ? ഉറപ്പായിട്ടും അല്ലേ? എനിക്കൊന്ന് പോരായ്മകൾ വന്നു അവര് നിരത്തി കാണും. നന്നാവുമല്ലോ, എല്ലാവർക്കും നന്നാവുമല്ലോ. പോരായ്മ ചാൻസ് കൊടുക്കണമല്ലോ. അപ്പം സീരിയസ്ലി നൈസ് ഫുഡ്, നല്ല റീസണബിൾ പ്രൈസ് ആണ്. ഒന്നാമത്തെ കാര്യം ബീഫ് ഫ്രൈ, ആ ബീഫ് ഫ്രൈ വേണമെങ്കിൽ ഒരു 240 സെറ്റ് ചെയ്യാം. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ബാക്കി പാഴ്സലും പറഞ്ഞു. നമ്മൾ ഗൂഗിൾ റിവ്യൂ ഇടുന്നു 4.5 ഗൈസ്. നൈസ് ഫുഡ്, ആംബിയൻസ് നൈസ്, പിന്നെ സർവീസ് ലേറ്റ് ആയി. സർവീസ് ഗുഡ് എന്ന് പറയുന്നത് ഓക്കെയാണ്. സോറി, ലേറ്റ് ആയി. ഫുഡ് ഡെലിവറി ലേറ്റ് ആണ്, അത് നമ്മൾ പറയണമല്ലോ. പിന്നെ ബാക്കിയെല്ലാം നൈസാണ്. അപ്പോൾ സാധാരണ വെജിറ്റേറിയൻ ഹോട്ടലിൽ അങ്ങനെ അധികം നെഗറ്റീവ് വരാറില്ല. പക്ഷേ ഈ നമ്മൾ എടുത്തതിൽ ഏറ്റവും ഒട്ടും റേറ്റിംഗ് ഇല്ലാത്ത ഒരു ഹോട്ടലിലാണ് 2.8. Very unsatisfied with the food, ordered a couple of dosha and it had excess salt in it. Changed that and I ordered 2 set of puri which turned into be hard as rock. Situated in a great area, they should concentrate on their quality of food. ദോശയിൽ ഉപ്പ് പറഞ്ഞിരിക്കുന്നത് അത് മാറ്റി പൂരി എടുത്തപ്പോൾ കല്ല് പോലെ കട്ട് ചെയ്യുന്നു. പിന്നെ ഒന്ന് വെരി ഡിസപ്പോയിന്റിംഗ് എക്സ്പീരിയൻസ്. ഐ വിസിറ്റഡ് വിത്ത് മൈ ഫാമിലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഓർഡർഡ് മസാല ദോശ ആൻഡ് ഗീ റോസ്റ്റ്. Unfortunately, this was one of the worst vegetarian meals I have ever had. The dosha was purely prepared, lacking crispness and flavor, and the masala filling was bland. The ghee roast was equally underwhelming and it did not taste fresh. Overall, the food quality was far below expectation. നമ്മൾ വയറ് വാടകയ്ക്ക് എടുത്തോണ്ട് വന്നിരിക്കുക. പക്ഷെ പലയിടത്തുനിന്ന് നമ്മൾ നേരത്തെ കഴിച്ചെടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയും നെഗറ്റീവ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വാ പോവാം. നമ്മളിലെ ഫുഡിലെ ക്വാളിറ്റി ഓഫീസറാണ്. ഐഡന്റി കാർഡ് ഇല്ലെന്നേ ഉള്ളൂ.
ഗൈസ് ഫാസ്റ്റസ്റ്റ് ഡെലിവറി എവർ. എടാ ചോദിച്ചിട്ട് 2 മിനിറ്റ് പോലും എടുത്തില്ല. അകത്തോട്ട് പോയി പാർസൽ ആരോ നല്ല ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തോണ്ടിരിക്കുക അതാണ്ട് മസാല ദോശ. അപ്പൊ അതിന് പെട്ടെന്ന് കൊണ്ട് തന്നതാ. പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് തന്നതാ. ചൂട് സാധനം. പൊട്ടിക്കട്ടെ? പൊട്ടിക്കാനോ? മസാല ദോശയിലാണല്ലോ ഉപ്പെന്ന് പറയുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓ ഉപ്പ് ചെറുതായിട്ട് ഇച്ചിരി മുന്നോട്ടില്ലേ? ഉപ്പ് ഒരു പൊടിക്ക് മുമ്പോട്ടുണ്ട്. ആ മസാലയ്ക്ക്. ദോശക്കല്ല, മസാലയ്ക്ക് ഒപ്പിച്ച് കൂടുതലുണ്ട്. ദോശ ക്രിസ്പിയാണ്. സാമ്പാർ മുക്കി കഴിക്കട്ടെ. സാമ്പാർ പോരാ. കഴിച്ചിറങ്ങി 113 രൂപ ആയിട്ടുള്ളൂ. നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ല. ഒരു മസാല ദോശ. ഫുഡ് കൊള്ളായിരുന്നു. എനിക്ക് അതിന്റെ സാമ്പാർ അതിലും ബാക്കി ചട്നി ഐറ്റംസ് ഒന്നും കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ ദോശയും ചെറിയൊരു പറഞ്ഞ ശരിയാ, ചെറിയൊരു കൂടുതലുണ്ട്. അത് പിന്നെ ആ മസാലയ്ക്ക മേ ബി അതുകൊണ്ടായിരിക്കും. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. ചിലയിടത്ത് മസാല ദോശ എണ്ണയോട് ചേർന്ന് ഒരു മുറം പോലെ ഇരിക്കും. എനിക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ സാമ്പാർ വൻ ഫ്ലോപ്പറാണ്. മെയിൻ ദോശയ്ക്ക് സാമ്പാർ ഉള്ളതില്ലെങ്കിൽ പിന്നെ എന്തായാലും സാമ്പാർ വെള്ള സാമ്പാർ. അപ്പൊ എനിക്ക് കഴിച്ചിട്ട് നമുക്ക് ഒരു 3 കൊടുക്കാം. വില വെച്ചിട്ടും ഓക്കെ ആണ്. സോ നമ്മുടെ ഇതില് വിന്നർ നമ്മുടെ കഴിഞ്ഞ റെസ്റ്റോറന്റ് കഴിച്ചാണ്. ഫുഡ് കൊണ്ടുതരാൻ ലേറ്റ് ആണെങ്കിലും അറിയത്തില്ല. നമ്മൾ കഴിച്ച പുട്ടും ബീഫ് ഫ്രൈയും ആ ഒരു ഇടിയപ്പവും അടിപൊളിയായിരുന്നു. അപ്പൊ അത്രയുള്ള കാര്യം. ഈ ഒരു ചലഞ്ചും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ലേ മൃദുലേ? അമ്മൂനെ കാണണം. രാവിലെ ഇറങ്ങിയത് നമ്മള്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. സോ ഇതിനകത്ത് ഇതിന്റെ തന്നെ നമുക്ക് റേറ്റിംഗ്, ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള ഫുഡുകൾ നമുക്ക് കണ്ടുപിടിച്ച് പോവാം. ഇനി റേറ്റിംഗ് കൂടിയെടുത്ത ഫുഡ് ഇത്ര നല്ലതാണോ നമുക്ക് അറിയണം. അതെ. അപ്പൊ അത്രയുള്ള ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വീഡിയോ കാണുന്നവരേ ബൈ. നിന്റെ ബ്ലൂം എനിക്ക് വേണ്ട. ഓഹോ തിരിച്ചെടുക്കട്ടെ. എന്റെ ബ്ലൂമിങ് ഉണ്ടോ? അതങ്ങനെ തിരിച്ചെടുക്കും. പോവാം. ഓക്കെ, നമ്മളില്ല ഫുഡില് ക്വാളിറ്റി ഓഫീസർ ഐഡന്റി കാർഡ് ഇല്ലെന്നേ ഉള്ളൂ.